കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തെ ആരാധനാ പൂജ ഇന്ന് രോഹിണി നാളിൽ അക്കരെ സന്നിധിയിൽ നടക്കും. സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് കുർമാത്തൂർ നായ്ക്കൻ സ്ഥാനികൻ നടത്തുന്ന സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ നടക്കുക? വീണ, കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ 4 ആരാധനകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആരാധനയും അവസാനത്തെ ആരാധനയുമായ രോഹിണി ആരാധന ഇന്നാണ് നടക്കുന്നത്. ഈ ആരാധനാ ദിവസമാണ് ഈ സവിശേഷ ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി ഇന്ന് നടക്കുക. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികനാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. പുഷ്പാഞ്ജലിക്ക് സമയമായാൽ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നായ്ക്കൻ സ്ഥാനികൻ ഈ മണ്ഡപത്തിലെത്തും. അപ്പോൾ അവിടെ ഉഷക്കാമ്പ്രം നമ്പൂതിരി കൈപിടിച്ച് മണിത്തറയിൽ കയറ്റി ഇരുത്തണം. നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു സ്ഥലത്തെയാണ് മണിത്തറ എന്ന് പറയുന്നത്. അവിടെ എത്തി ഈ കുറുമാത്തൂർ ഇല്ലത്തെ പരികർമ്മികളും ഒക്കെ അവിടെ എത്തി കുറുമാത്തൂർ നായ്ക്കൻ തറയിൽ കയറിയാൽ വാദ്യങ്ങൾ മുഴക്കി തുടങ്ങുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. ഈ ആലിംഗന പുഷ്പാഞ്ജലിക്ക് വലിയൊരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ സതീദേവിയുടെ വിയോഗത്തെ തുടർന്ന് വലിയ കോപിഷ്ഠനായ ശിവനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ആ ഒരു ചടങ്ങിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ശിവലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് ഈ കുറുമാത്തൂരിലത്തെ നായ്ക്കൻ സ്ഥാനികൻ ആ പൂജ ചെയ്യുന്നത്. അതിനെയാണ് ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായി ആ ഒരു ചടങ്ങ് നടന്നിരുന്നില്ല. അതായത് ഈ നായ്ക്കൻ സ്ഥാനികൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ചടങ്ങുകൾ പൊതുവെ നടക്കാറില്ല. കഴിഞ്ഞ 3 വർഷത്തിന് ശേഷമാണ് ഇത്തവണ ഈ ഒരു ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. ഈ ആരാധന പൂജകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ അടുത്ത നാളുകളിൽ നടക്കാൻ പോകുന്നത് വിവിധ ചതുശത പൂജകളുടെ ഒരു കാലമാണ്. ഇന്നിപ്പോൾ ഈ രോഹിണി ആരാധനയോടനുബന്ധിച്ച് ഇവിടെ ആരാധനാ സദ്യയും ശീവേലിയും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് ഈ കൊട്ടിയൂരിൽ നമുക്ക് ദൃശ്യമാകുന്നത്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം. ദക്ഷയാഗം നടന്ന മണ്ണെന്ന പ്രത്യേകത കൂടിയുള്ള ഒരു ഭൂമിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ഭക്തർ ഈ ഒരു കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂരേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഈ ഒരു പ്രദേശത്തെ ആകെ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പോലും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും വലിയ തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നത് കൊണ്ട് തന്നെ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ചടങ്ങ്, വിശേഷാൽ ചടങ്ങ് നടക്കുന്നത്. അത് കാണാനും അനുഗ്രഹം തേടാനുമായിട്ടാണ് ഇത്രയേറെ ഭക്തർ ഇന്ന് ഈ ഒരു അക്കരെ കൊട്ടിയൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ.